നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ നിലയ്ക്കാൻ പോകണം. അതായത് നിങ്ങൾക്കിനി പെൻഷൻ ഇല്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ ഇല്ല. ഇനി പെൻഷൻ എന്നത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് നിങ്ങൾക്ക് തരും. ഞാനൊന്ന് വിശദീകരിക്കാം. അതിനു മുമ്പ് ഒരല്പം പിന്നോട്ട് പോകണം. അല്പം പിന്നോട്ട് പോയതിനു ശേഷം ഞാൻ വരാം. എന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വേദിയിൽ സംസാരിക്കുമ്പോൾ, അതായത് ഇടയ്ക്കൊക്കെ ചില സാംസ്കാരിക സദസ്സുകളിലും അതുപോലെ മറ്റു ചില വേദികളിലുമൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ച ഒരവസരത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് കുലങ്കുഷമായി നടന്ന ചർച്ചയിൽ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ എനിക്കും അവസരം കിട്ടിയിരുന്നു. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, പക്ഷെ പലർക്കും അത് മനസ്സിലായില്ല. അതായത് കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ തകിടം മറിയാൻ പോകുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നൊരു വിഭാഗം ഇല്ലാതാകാൻ പോകുന്നു എന്ന്. അതായത് ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയിട്ട് വേണം ലീവ് എടുത്ത് വീട്ടിലിരിക്കാമെന്ന് തമാശ പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ കൊതിച്ചു നടക്കുന്ന ഒരു കാലത്താണ് ഞാനത് പറഞ്ഞെന്ന് ഓർക്കണം. ഇനി സർക്കാർ ഉദ്യോഗം വേണ്ട, സർക്കാർ ഉദ്യോഗത്തിലേക്ക് ആരും താല്പര്യപ്പെടാത്ത ഒരു കാലം വരും എന്ന് അന്ന് പറഞ്ഞപ്പോൾ അന്ന് ചിലർക്ക് എന്നെ കളിയാക്കി. ആ കാലമാണ് വരാൻ പോകുന്നത്. ഇനി സർക്കാർ ഉദ്യോഗസ്ഥർ എന്നൊരു ഉദ്യോഗസ്ഥർ ഇനി ഇവിടെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതായത് എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിക്കണമെന്ന് ഇന്ന് സ്വകാര്യവൽക്കരണത്തിന് എതിര് നിൽക്കുന്ന ആൾക്കാർ തന്നെ വാദിക്കാൻ പോകുന്ന സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണകർത്താക്കളുടെ കഴിവുകേട് തന്നെയാണ് കാരണം. അതിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സർക്കാരിലേക്ക് വരുമാനം വരുന്നില്ല എന്നതാണ്. വരുമാനം എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്? ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ഒക്കെ വരണം. ഇവിടെ നിന്നും വിദേശത്തേക്കും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കും ഒക്കെ പലതും ഒഴുകണം. ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഒഴുകണം. അതിന്റെ നികുതി കേരളത്തിലേക്ക് വരണം. ഈ നികുതി പണം കേരളത്തിന്റെ ഖജനാവിലേക്ക് ചെലവിനേക്കാൾ കൂടുതൽ വരവായി വരണം. എന്നാൽ മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. അതിന് 2 സാധ്യതകളാണ് അതിന്റെ നിലനിൽപ്പിന് ഉള്ളത്. ഒന്ന്, കേരളത്തിലെ KSRTC, KSEB അടക്കമുള്ള എല്ലാ മേഖലകളും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണം. സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്ത ശേഷം ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ കൃത്യമായി അത് വ്യക്തമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് മാത്രം മതി. അപ്പോൾ അതിൽ നിന്നുള്ള നികുതി വീതം സർക്കാരിന് കിട്ടും. ഇപ്പോൾ നിലവിലുള്ള നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കൃത്യമായി ജനങ്ങൾക്ക് സർവീസ് കിട്ടും. അതുപോലെ കൃത്യമായ ശമ്പളവും അതിന്റെ ആൾക്കാർക്ക് കിട്ടും. പക്ഷെ സ്വകാര്യ മേഖലയായിരിക്കും, മുതലാളിമാരായിരിക്കും, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളായിരിക്കും. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു വലിയൊരു റവന്യൂ വരും. അതിന് കീഴിൽ നമ്മൾ കേരളത്തിൽ സബ് ഏജൻസികളൊക്കെ ഉണ്ടാകും. ഒരു കോർപ്പറേറ്റ് ഏജൻസി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ മാത്രമല്ല ഇവിടെ കച്ചവടം ചെയ്യുന്നത്, അവരുടെ താഴെ മറ്റുള്ളവരും ഉണ്ടാവും. ഇന്ന് KSEB എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ലാഭം ഉണ്ടാക്കുന്നുണ്ടോ? എന്നാൽ ഈ KSEB ഇതേപോലെ ഏതെങ്കിലും ഒരു മുതലാളി ഏൽപ്പിക്കട്ടെ, എന്നിട്ട് ഒരു താരിഫ് നിശ്ചയിച്ച് അവർക്ക് കൊടുക്കട്ടെ. അതായത് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ഒരു താരിഫ്, ആ താരിഫിൽ വൈദ്യുതി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ലാഭമാക്കി നടത്തി കാണിച്ചു തരും. ഇത് കൃത്യമായ മെയിൻ്റനൻസ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. BSNL എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനം, ഇന്ന് അതിന്റെ ലാൻഡ് ലൈൻ റിപ്പയറുകളൊക്കെ നടക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ്. നിങ്ങളൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് നോക്കൂ. ഇന്നുള്ള സർവീസ് എത്ര തന്നെ ആയിരുന്നാലും 24 മണിക്കൂറുള്ളിൽ അത് പരിഹരിച്ച് കിട്ടും. മുമ്പ് അങ്ങനെയാണോ? ഇപ്പൊ ഞാൻ ഫൈബർ കണക്ഷൻ BSNL ഫൈബറിലൂടെയാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോകൾ ഞാൻ പുറത്തേക്ക് വിടുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മിനിറ്റുകൾക്കകം അതിന് പരിഹാരം ഉണ്ടാകുകയാണ്. അത് കേൾക്കാൻ ആളുണ്ട്. കാരണം അത് സ്വകാര്യ ഏജൻസികളാണ് വിൽപ്പന നടത്തുന്നത്. പക്ഷെ അതിന്റെ ബേക്കിൽ അത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ സർക്കാർ സംവിധാനമുണ്ട്. അതേ സംവിധാനം കേരളത്തിലും വരണം. കേരളത്തിൽ വന്നാൽ ഇവിടുത്തെ KSRTCയും KSEBയും ഒക്കെ മര്യാദയ്ക്ക് നടക്കും. സർക്കാരിന് ചെലവുണ്ടാവില്ല. ആ ചെലവുകളൊക്കെ ഈ പറയുന്ന മുതലാളിമാർ അല്ലെങ്കിൽ അത് നടത്തുന്ന കമ്പനികൾ നോക്കിക്കോളും. എല്ലാ മേഖലയും അങ്ങനെ വരും. അതിനുശേഷം ഇതിന്റെ റവന്യൂ എല്ലാം എടുത്തുകൊണ്ട് കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സർക്കാരിന് ശമ്പളം കൊടുക്കാൻ ഉണ്ടാവുള്ളൂ. അവർ ശമ്പളം കൊടുത്തുകൊണ്ട് ആ മേഖലകൾ, വികസന മേഖലകൾ കൃത്യമായി കൈകാര്യം ചെയ്യാം. സാധാരണക്കാർക്ക് ഭക്ഷണം, അതുപോലെ അവരുടെ ആരോഗ്യം, എല്ലാം അത്തരം കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടാവും. അവിടെ വെട്ടുവിഴുങ്ങി ഇപ്പോഴത്തെ പോലെ അഴിമതി ചെയ്യാൻ മതി. അപ്പോൾ കൃത്യമായി ഈ കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടാത്ത, പെൻഷൻ കിട്ടാത്ത ഒരു അവസ്ഥ വരും. അന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ഇല്ലാതെ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇന്നതേ ആ അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്റെ പെൻഷൻ നിർത്താൻ പോകുന്നു. നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ പിടിച്ചിട്ട് അത് നിങ്ങൾ പെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ആ പിടിച്ച പണം കുറേശ്ശെ ആയിട്ട് പെൻഷനായി സർക്കാർ ഉദ്യോഗസ്ഥർ തരാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ജീവാനന്ദം എന്ന പേരിൽ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് സർക്കാർ പറയുന്നത് നിലവിൽ നിങ്ങൾക്ക് ഉള്ള പെൻഷൻ ഒഴിവാക്കുകയൊന്നുമില്ല, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ജീവാനന്ദം എന്ന് പറയുന്നൊരു പദ്ധതി കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് പറയും. ക്രമേണ ഇത് പെൻഷൻ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ ജീവാനന്ദം മാത്രമാകും. അതായത് നിങ്ങളുടെ പെൻഷൻ
നിങ്ങളിൽ നിന്ന് എടുക്കും. ചിലപ്പോൾ ആ പെൻഷനിൽ നിന്ന് അവർ നികുതി എടുത്തെന്നും വരും, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഫീസ് ഗവൺമെന്റ് ഈടാക്കിയെന്നും വരും. അതാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അതായത് പെൻഷൻ ഇല്ല. നിങ്ങൾക്കൊരു ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം ജീവാനന്ദം പദ്ധതിയിലേക്ക് നിങ്ങൾ കൊടുക്കണം. ആ പണം നിങ്ങൾ എത്ര വർഷം സർവീസ് ചെയ്യുന്നുണ്ടോ ആ സർവീസ് കഴിഞ്ഞ് പെൻഷൻ പറ്റി പോകുന്ന സമയത്ത് പെൻഷനായി ആ ജീവാനന്ദം മൊത്തം തുകയിൽ നിന്ന് കുറേശ്ശെ അത് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഇനി വരാൻ പോകുന്നത്. അതായത് റിട്ടയർമെന്റ് ബെനിഫിറ്റുകളൊന്നും ഇനിയില്ല. അറിയാമല്ലോ, ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ റിട്ടയർമെന്റ് ലൈഫിൽ ചുരുങ്ങിയത് ഒരു 10-20 ലക്ഷം രൂപ ബാക്കി ഉണ്ടാവും. ലീവ് സറണ്ടർ അടക്കം കുറെ ഉണ്ടാവും. അതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ അത്ര എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് 20-25 ലക്ഷം, ചിലത് കോടി വരെയൊക്കെ പോകുന്നതുണ്ട് അവരുടെ ആ ശമ്പള സ്കെയിൽ വെച്ച്. അപ്പോൾ അത്രയും ആ എമൗണ്ട് ഇനി ഇല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണണ്ട. പെൻഷൻ പറ്റുമ്പോൾ കടം വീട്ടാമെന്ന് കരുതിയിട്ട് ആരും കടം വാങ്ങി കൂട്ടാൻ നിൽക്കണ്ട, ലോൺ എടുക്കാൻ നിൽക്കണ്ട. ഇനി അതില്ല, ആ പരിപാടിയില്ല. ഇനി വരാൻ പോകുന്നത് ഈ പറഞ്ഞ ജീവാനന്ദം എന്നുള്ളൊരു പദ്ധതി മാത്രമായിരിക്കും. അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, അത് ചിലപ്പോൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് നടപ്പിലായെന്നും വരും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ശമ്പളം കൊടുക്കാൻ വേണ്ടി തന്നെ, നിങ്ങൾക്കൊക്കെ ശമ്പളം തരാൻ വേണ്ടി, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം തരാൻ വേണ്ടി പണം കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് പ്രധാന കാരണം. കടം വാങ്ങാൻ കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോൾ കേന്ദ്രത്തിൽ കടം തരുന്ന പരിധിക്ക് ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടുന്ന് കിട്ടാനില്ല. അതായത് പലിശ കൊടുക്കാൻ വേണ്ടി കടം വാങ്ങുന്ന പദ്ധതികൾ ഉണ്ടാകുന്ന കാലമാണിത്. കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നതിലുപരി പദ്ധതികൾക്കൊന്നും യാതൊരു പ്രാധാന്യം ഇവിടെ ഉള്ളവർ കൊടുക്കുന്നുമില്ല. ഞാൻ തന്നെ മുടക്കിയിട്ടുള്ള കുറേ പദ്ധതികളുണ്ട്. എൻ്റെ ബ്ലോഗിൽ പോയാൽ അത്തരം പദ്ധതികൾ ഒരുപാട് കാണാം. 2 സോളാർ പദ്ധതികൾ, ഒരു തുമ്പൂർ മൊഴി പദ്ധതി, ഇങ്ങനെ കുറേ പദ്ധതികൾ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൽ തന്നെ തുമ്പൂർ മൊഴി എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നത് സർവ്വകക്ഷികളും ചേർന്നിട്ടാണ്. അതിൽ ഇടതും വലതും മധ്യത്വവും എല്ലാം ഉണ്ടായിരുന്നു. അതിലൊരു മുഖ്യ പ്രഭാഷകനായിട്ട് എന്നെ വിളിച്ചു എന്നതുകൊണ്ട് മാത്രം ഞാൻ പോയി സംസാരിച്ചു. 10,000 രൂപയുടെ ബിന്ന് 3,500 രൂപയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതിന് അടി കൊള്ളാതെ രക്ഷപ്പെട്ട കഥ പലതവണ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് രക്ഷപ്പെടാൻ അന്ന് ഞാൻ അതോട് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് 6,500 കോടി രൂപയുടെ അഴിമതി ഇന്ന് ഇല്ലാതായത്. അതായത് ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അഴിമതിയിലൂടെ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പദ്ധതികൾ വരുന്നത്. അത് മാറണം. അതിന് കൂട്ടുപിടിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്, ജനങ്ങളെ തേച്ചുകൊണ്ട്. അതായത് ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കാൻ വേണ്ടി തങ്ങൾ സേഫ് സോണിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അതിന് കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു. പൊട്ടന് കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞതുപോലെ ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കാൻ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. ഇനി ഉദ്യോഗസ്ഥന്മാരെ കൊള്ളയടിക്കാൻ പോകുന്നു. അത് അവനവനെ കൊള്ളയടിക്കാൻ പോകുമ്പോഴാണ് അവനവൻ പിടിക്കുക. ഇപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മനസ്സിലായിട്ടില്ല. അവർക്ക് മനസ്സിലായിട്ടില്ല തങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്, തങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവാനന്ദം വരുന്നത് എന്ന്. നോക്കൂ, ഇവിടെ സർക്കാരിലേക്ക് വരുമാനം വേണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ നികുതി വരണമെന്നുള്ളത്. കിറ്റക് സാബു നേരത്തെ ഒരു പദ്ധതി ഇവിടെ, അവരുടെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ നേരം തെലങ്കാനയ്ക്ക് കൊണ്ടുപോയിട്ടിരുന്നില്ലേ? എത്രയെത്ര വ്യവസായ സ്ഥാപനങ്ങളാണ് ഇവിടെ പൂട്ടിപ്പോയത്. ഒരു വെയർ ഹൗസ് ഉണ്ടായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് റൂമുകളുള്ള, വെറും തൊഴിലാളി യൂണിയന്റെ ചില സമരങ്ങൾ കൊണ്ട് അത് പൂട്ടിപ്പോയി. അങ്ങനെ ഓരോരോ സ്ഥാപനങ്ങൾ, എത്ര ആൾക്കാരാണ് പ്രവാസികൾ ഇവിടെ വന്ന് കച്ചവടം തുടങ്ങിയിട്ട് തൂങ്ങി മരിച്ചത്? എത്ര പേരാണ് തുടങ്ങിയിട്ട് ലൈസൻസും മറ്റു പേപ്പറും കിട്ടാതെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ നിങ്ങൾ വട്ടം ചുറ്റിച്ചത്? അവരുടെയൊക്കെ ശാപം നിങ്ങളുടെ മേലില്ലേ? അപ്പോൾ കേരളത്തിൽ ഓരോ വ്യക്തിയും പുറത്തു നിന്ന് ഇവിടെ വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങാനുമുള്ള പ്രോത്സാഹനം ചെയ്ത് കൊടുക്കല്ലേ വേണ്ടത്? ഗുജറാത്തിലൊക്കെ എന്തെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് പേപ്പർ റെഡിയാവും. ഇവിടെ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി എത്ര നാൾ കയറി ഇറങ്ങണം? ഇനി ഇതൊന്നും വേണ്ട, ഇതെല്ലാം കയറി ഇറങ്ങി പേപ്പറെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി എത്ര കാലം കയറി ഇറങ്ങണം? എത്ര കോഴ കൊടുക്കണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രത്തോളം ബുദ്ധിമുട്ടിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങളില്ല. എല്ലാം കേരളത്തിലേക്ക് വാങ്ങുകയാണ്, വില കൊടുത്ത് വാങ്ങുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളും കേരളം വില കൊടുത്ത് വാങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന കൂലിപ്പണിക്കാരന്റെ കൂലി ബാക്കിയില്ല. അവന്റെ പറമ്പ് പണിക്ക് ഇപ്പോൾ ആളെ കിട്ടാനില്ല. ബംഗാളികളൊന്നും പറമ്പ് കളയ്ക്കൂലല്ലോ, മറ്റു കാര്യങ്ങൾക്കൊന്നുമില്ല. കാർഷിക വൃത്തികൾ വളരെ ചുരുങ്ങി ഇവിടെ, പണ്ടത്തെ പോലെയൊന്നുമല്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ കൊയ്യാൻ പോയിട്ടുണ്ട്. അതിൽ നിന്ന് 7-1 പദം 5-1 പദം എന്നൊക്കെയാണ് പറയുക. അത് ആ ബുദ്ധിമുട്ടനുസരിച്ചിട്ടാണ്. 4 പറ ഇങ്ങോട്ട് അളക്കും, 1 പറ അങ്ങോട്ട് അളക്കും. അതാണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്. ആ രീതിയിൽ നമ്മളൊക്കെ അന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചൊരു കാലമുണ്ട്. പക്ഷെ അതിന് ഒരു സുഖമുണ്ടായിരുന്നു ആ കാർഷിക വൃത്തിയുടെ കാലത്ത്. ഒരു പരസ്പരം ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. അത്തരം കാർഷിക വൃത്തിയില്ല. കർഷകർക്ക് ഇന്നൊന്നും തന്നെ ഇല്ല. കർഷകരുടെ അവസ്ഥ അറിയാലോ, ആത്മഹത്യ ചെയ്യാണ്. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പണം കൊടുക്കുന്നതിന് പകരം അവർക്ക് ലോൺ കൊടുത്ത് അവർക്ക് മറ്റ് രീതിയിലുള്ള ലോണോ കാര്യങ്ങളോ കിട്ടാതിരിക്കാൻ വേണ്ടി അവരെ സിബിൽ സ്കോർ തകർക്കുന്ന പരിപാടിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാ മേഖലകളിലും ഈ രീതിയിൽ തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, കേരളത്തിന്റെ സർക്കാർ, ഇനിയൊരു സർക്കാർ വന്നാലും ഇത് തന്നെയാണ് പിന്തുടരുന്നത്. അതായത് ഈ പറയുന്ന രാഷ്ട്രീയ കച്ചവടക്കാർ
ഇടതായാലും വലതായാലും അതിൻ്റെ നേതാക്കന്മാർക്ക് പദ്ധതികൾ കൊണ്ടുവരിക, അതിൻ്റെ പണം കൊള്ളയടിക്കുക. ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ അവിടെ ഇടതും വലത്തും ഞങ്ങൾ ആദ്യം കുറച്ച് എതിർക്കൊക്കെ ചെയ്യും, നിങ്ങളപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടൊരു ധാരണയിലെത്തുക. ആ ധാരണയിലെത്തിയിട്ട് രണ്ടാളും കൂടെ പങ്കിട്ടെടുക്കുന്ന ഒരു കച്ചവടം, രാഷ്ട്രീയ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാന്ന് എത്ര പറഞ്ഞാലും അത് തന്നെയാണ്. കാരണം അതിൽ ഉള്ളിലേക്ക് കടന്നാൽ അത് അറിയാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും മാത്രമല്ലേ പിണറായി സർക്കാർ തുടർഭരണം ഇവിടെ കാഴ്ചവെച്ചത്? ഇതിനു മുമ്പ് ഇത്രയും കാലം 5 വർഷം ഇടതെങ്കിൽ 5 വർഷം വലുത് ഇങ്ങനെയാണല്ലോ. ഒരു വർഷം ഇടത് എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം വലതിനത് നേരെയാക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ വലതെന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഇടതിന് നേരെയാക്കാമായിരുന്നല്ലോ. ഇതൊന്നും ചെയ്തില്ല. ഇതൊക്കെ ചെയ്യാത്തത് കൊണ്ടാണെന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതായത് ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയൻ സർക്കാർ കയറിയിട്ട് ഒരു 5 വർഷം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുത്തതല്ല. പക്ഷേ 5 വർഷം കൊണ്ട് കുറച്ച് കൂടിപ്പോയി, വളരെ ഫാസ്റ്റായി. ഏറ്റവും അധികം ധൂർത്ത് വന്നത് ഈ അവസാനത്തെ ഈ 2ാം ടേമിൽ ഇവിടെ അധികാരത്തിൽ വന്നതിന് ശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം 2ാം ടേമിൽ വന്നപ്പോൾ ഒരു അഹങ്കാരം കൈക്ക് പിടിച്ചോ തലയ്ക്ക് പിടിച്ചോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ധൂർത്ത്, എന്തും ചെയ്യാവുന്നൊരു ധാർഷ്ട്യം, അതിൽ കുറേ അധികം സാമ്പത്തിക അവസ്ഥ നമുക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിയനുകൾ, ഈ ട്രേഡ് യൂണിയനുകളൊക്കെ പൂട്ടേണ്ട സമയം എന്നോ കഴിഞ്ഞു, അത് എടുത്ത് ഒഴിവാക്കണം. ഇവിടെ സ്വകാര്യ കമ്പനികൾ അവരാണ് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സ്മാർട്ട് മീറ്റർ പദ്ധതി വരട്ടെ, അതുപോലെ KSEB സ്വകാര്യവൽക്കരിക്കട്ടെ, KSRTC സ്വകാര്യവൽക്കരിക്കട്ടെ. ഇതിൻ്റെ എല്ലാം പൂർണ്ണ നിയന്ത്രണം സർക്കാർ ചെയ്യണം. റേറ്റ് സർക്കാർ നിശ്ചയിക്കട്ടെ. മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കുക, വിട്ടുകൊടുക്കുക. അവർ നടത്തിക്കോളും. ലാഭകരമായി നടത്തിയിട്ട് അതിൻ്റെ നികുതി ഇങ്ങോട്ട് തരും. ആ നികുതി വാങ്ങിയിട്ട് കൃത്യമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താം, കൃത്യമായിട്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താം. അതല്ലേ വേണ്ടത് ശരിക്കും. ഞാൻ സ്വകാര്യവൽക്കരണം വേണമെന്നല്ല പറഞ്ഞത്, പൂർണ്ണമായിട്ട് അത് വേണമെന്നല്ല പറയുന്നത്. സർക്കാർ അത് ചെയ്യുന്നില്ല, അതുകൊണ്ട് അതാണ് നല്ലത്. സർക്കാർ മേഖലയിൽ മൊത്തം നഷ്ടമാണെന്നുണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന മേഖലയിലേക്ക് പോകണം. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ വരട്ടെ, അവർക്ക് ഈ നൂലാമാലകൾ, ചുവപ്പ് നാടകൾ കെട്ടിക്കൊടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഫയലുകൾ നീക്കിക്കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തി അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങി നല്ല വരുമാനം അവർ ഉണ്ടാക്കി അതിലൊരു വിഹിതം നമ്മുടെ സർക്കാരിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഇതേ ഉദ്യോഗസ്ഥന്മാർ തന്നെ ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ ഇവിടെ ഖജനാവിലേക്ക് പണമെടുക്കും. പക്ഷെ അവിടെയും ഉണ്ട് കുഴപ്പം. ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കാശ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ്, നമ്മളൊരു കോറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 22 ലക്ഷം രൂപയുടെ ഒരു കൈക്കൂലിന്റെ കാര്യം പറഞ്ഞിരുന്നു. CIയും SIയും കൂടെ ചേർന്ന് വാങ്ങിയതാണ് 72 ലക്ഷം രൂപ കൈക്കൂലി. ഇതുപോലെ മറ്റുള്ളവരും വാങ്ങുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ട്, ആ ഫണ്ട്, ഈ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ഫണ്ടുകൾ വാങ്ങുന്നുണ്ട്. ആ ഫണ്ട് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള കാര്യങ്ങൾ മറ്റവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഞാനതിനെതിരല്ല, ഫണ്ട് വാങ്ങിക്കോളൂ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വേണം, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ ഇവിടെ കുറെ വോട്ടർമാരുണ്ട് എന്നൊരു ബോധം കൂടി ആ കൂട്ടത്തിൽ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടിവിടെ വ്യവസായ സ്ഥാപനങ്ങൾ കൂടുതൽ വരണം, അതുപോലെ മറ്റ് കച്ചവട സ്ഥാപനങ്ങളെല്ലാം വരണം. അതൊക്കെ സുഗമമായിട്ട് ഒരു തടസ്സവുമില്ലാതെ നടക്കാൻ അനുവദിച്ചാൽ ഇവിടെ ഫണ്ട് വരും. കാരണം മലയാളികൾ ഇവിടെ പണം മുടക്കാൻ തയ്യാറാണ്, അതുപോലെ വിദേശത്തു നിന്ന് പണം ഇവിടെ ഒഴുക്കാനും തയ്യാറാണ്. പക്ഷെ ഇവിടെ സുരക്ഷിതമായ ഒരു സ്ഥലമല്ല. ഇവിടെ ഏത് നിമിഷമാണ് പൂട്ടിപ്പോകുന്നത്, ഏത് കാലമാണ് അതിന് അനുമതി കിട്ടുന്നത്, ഈ 2 കാര്യമാണ് ഇവിടെ ആശങ്ക എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കുറെ ചുവപ്പ് നാടകൾ ഉണ്ടാക്കിയിട്ട് നീട്ടി വിടും. രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ ഗുണ്ടകളും കാരണം അവർക്ക് ആ സ്ഥാപനം ഓപ്പൺ ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ സാധ്യമല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. അവിടെയും രാഷ്ട്രീയമുണ്ട്, അവിടെയും ഇതുപോലെ മറ്റ് സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട്. പക്ഷെ അവരെല്ലാം എത്ര തന്നെ അഴിമതി കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും ആ നാട് വളരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരുടെ പേപ്പറുകളെല്ലാം നീക്കിയിട്ട് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്ന് കൂടുതൽ വ്യവസായങ്ങൾ വന്ന് അവർക്ക് വരുമാനം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നോക്കൂ, തെലങ്കാനയിൽ നിന്നൊരു ഫ്ലൈറ്റ് വന്നിട്ടാണ് ഇവിടെ ഇയാളെ പൊക്കിക്കൊണ്ട്, ഈ സാബു ജേക്കബിനെ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോയത്. അയാൾ തീവണ്ടി കയറി പോയതൊന്നുമല്ല. എന്തുകൊണ്ടാണ്? അയാളുടെ പണം അവിടെ മുടക്കിയാൽ, അല്ലെങ്കിൽ അയാളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വ്യവസായ സംരംഭം തുടങ്ങിയാൽ കോടികൾ നികുതിയായിട്ട് അവിടെ വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ സാബു ജേക്കബ് അവിടെ കിഴക്കമ്പലത്ത് അത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, CSR ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലാഭം കിട്ടിയിട്ടാണല്ലോ. അപ്പോൾ ലാഭം കിട്ടിയിട്ടായതുകൊണ്ട് ആ ലാഭം എങ്ങനെ ഉണ്ടാകുന്നത്? അത് അയാൾ ബിസിനസ് ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ആ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതവും അതുപോലെ അദ്ദേഹത്തിന്റെ ആ ബിസിനസിന്റെ ഒരു നികുതിയും സർക്കാരിന് കിട്ടുന്നില്ലേ? ഇത്രയധികം കോടികൾ സർക്കാരിന് കിട്ടിയിട്ടും അദ്ദേഹത്തിന് മര്യാദയ്ക്ക് പണിയെടുക്കാൻ സമ്മതിക്കുന്നുണ്ടോ? 10,000-20,000 ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ടാണ് പറയുന്നത് ആ സ്ഥാപനത്തിൽ. അപ്പോൾ അത്രയും ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമായിട്ടും ആ സ്ഥാപനത്തെ പോലും സംരക്ഷിക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥ വിഭാഗത്തിനോ സർക്കാർ ഉദ്യോഗസ്ഥനോ കഴിയുന്നില്ല. കേവല രാഷ്ട്രീയത്തിന്റെ പേരിൽ അതിനെ പൂട്ടാൻ നടക്കുകയാണ്. പിന്നെങ്ങനെ നന്നാവും? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സർക്കാർ ഉദ്യോഗസ്ഥ, നിങ്ങൾ ജനങ്ങളെ തേച്ചതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുകയാണ്. അത് നിങ്ങൾ അനുഭവിക്കുക യോഗ്യനാണ്. ഏതായാലും
ജീവാനന്ദം എന്നൊരു പദ്ധതി നിങ്ങൾക്ക് പരമാനന്ദം തരുമാറാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.